എന്നിട്ട് ഇ.പി. ജയരാജൻ പണ്ടൊരിക്കൽ 10 കോടി കൈക്കൂലി വാഗ്ദാനം ചെയ്ത കഥ പൊടിതട്ടിയെടുത്ത് രംഗത്തിറക്കുന്നത് ശരിയാണോ? ഇ.പിക്ക് ദേഷ്യം വരില്ലേ? രണ്ട് കാര്യങ്ങളാണ് ഇ.പിക്ക് പറയാനുള്ളത്. ഒന്ന്, UDFകാരെല്ലാം പരനാറികളാണ്. രണ്ട്, ചിലർ വെള്ളമടിക്കുകയും ചെയ്യും. പിണറായി വിജയൻ പ്രേമചന്ദ്രനെതിരെയായിരുന്നെങ്കിൽ ഇ.പി UDF ആകെ മൊത്തം പരനാറികളാണ് എന്നാണ് പറയുന്നത്. ഏത് വൃത്തികേടിന്റെയും പര്യായമാണ് കേരള ഗവൺമെന്റ്. സിംഹാസനത്തിൽ ഇരിക്കുന്നു കുറെ നാറികൾ, പരനാറികൾ. ഇവിടെ ഒരു ഭരണം ഉളുപ്പില്ലാത്തൊരു ഗവൺമെന്റ്. അയ്യോ, എന്താ എന്ത് പറ്റി? നാളികേരത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞ നീര എവിടെ പോയി മോഹന? ഈ നീരിപ്പോ ഉമ്മൻചാണ്ടി കുടിച്ച് കിടക്കാണോ? നീരി കുടിച്ച് കിടക്കാണോ? ഒരു അസനന്റെ മുഴുക്കുടിയൻ കുടിച്ചിട്ട് ബോധമില്ല. ഇപ്പൊ പറയുന്നത് എന്താണെന്ന് അയാൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു. കുടിച്ച് കിടക്കുന്നവൻ പറയുന്നത് വല്ല മറുപടിയും പറയേണ്ട കാര്യമുണ്ടോ? സാമാന്യ തന്നെ അസല വിഭ്രാന്തിയ. പിന്നെ ഇപ്പോ ഏതൊരു പരാതി കൊടുത്തിട്ടുണ്ട് ആരോ ഒരു സ്ത്രീ, അതോടുകൂടി മുഴുക്കുടിയനായി എന്ന് വായിക്ക് തോന്നി വിളിച്ചു പറയുന്നു ഒരു ആഭാസൻ. ഇങ്ങനെ കുറെ ആഭാസന്മാരെയും കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിക്ക്, ഒരു ഭരണത്തിന് ഏത് ജനകീയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുക? കണ്ടു ഇതെന്ത് രാജ്യം? ഇതേത് ഇന്ത്യ? ഈ കേരളമല്ല ഇന്ത്യ. കണ്ടു കേരളമല്ല ഇന്ത്യ. ഈ ഇന്ത്യ വേറൊരു ഇന്ത്യയാണ്. അത് സൃഷ്ടിക്കുകയാണ്. ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇ.പി. ജയരാജന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ഡെമോക്രസിയിൽ ഇനി ഒരു ഇടവേള. അത് കഴിഞ്ഞ് മാണിയും ബാബുവും. സാറിന് കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ? ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ.